ബൈബിൾ നമ്മളെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനാണ്, മറ്റുള്ളവരെ നമ്മെ പോലെ കരുതുവാനാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. യേശു ആരെയും മാറ്റി നിർത്തിയില്ല, മറിച്ച് യേശു എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ മകനെ, എന്റെ മകളെ എന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച യേശുവിന്റെ സ്നേഹത്തെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വിളംബരം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്നേഹമെന്നുള്ളത് യേശുവാണ്. ആ യേശുവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരണമുള്ളത്. ആ യേശുവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമുള്ളത്. പോരാ, ആ യേശുവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ളത്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ സന്തോഷിക്കാൻ എനിക്ക് വകയില്ല, പക്ഷേ ക്രിസ്തുവിൽ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. ദൈവമക്കളോട് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. അവർ ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന് പൂർണ്ണതയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യം ഒന്ന് വായിക്കും. പിന്നെ അവൻ പതിവ് പോലെ, എനിക്ക് ആ വാക്യം ഇഷ്ടപ്പെട്ടു, പതിവ് പോലെ. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പതിവ് പോലെയുള്ള ഒരു പ്രാർത്ഥനയുണ്ടോ? പതിവ് തെറ്റാതെ ആരാധനയുണ്ടോ? പതിവ് തെറ്റാതെ ദൈവ ആശ്രയമുണ്ടോ? ഹല്ലേലൂയ. അടുത്ത ഭാഗങ്ങൾ പതിവ് പോലെ ഗെത്സമനയിൽ കടന്നു ചെന്നു. പതിവ് പോലെ എന്തിനാ ഗെത്സമനയിൽ കടന്നു ചെന്നത്? ഗെത്സമന എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു പ്രാർത്ഥനയുടെ സ്ഥലമാണ്. യേശു പലപ്പോഴും വേറിട്ട സ്ഥലത്ത് തനിയെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ഗദ്രോൻ, തോട് കഴിഞ്ഞ് അക്കരെ, ഗെത്സമന. പ്രൈസ് ദി ലോർഡ്. നമുക്കും പതിവ് പോലെ പ്രാർത്ഥിക്കാൻ ഒരു ഇടമുണ്ടാകണം. നമുക്ക് പതിവ് പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ ഒരു ഇടം ഉണ്ടാകണം. ആ ക്രിസ്തുവായ യേശുവിന് അനേക ശുശ്രൂഷയുടെ തലങ്ങളുണ്ട്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യ പ്രവർത്തികളാലെ വചനത്തെ ഉറപ്പിച്ചുകൊണ്ട് യേശു വലിയവനെന്ന് പറഞ്ഞത്തക്കവണ്ണം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യേശു കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ യേശു ആ ദേശത്തുണ്ട് എന്നറിഞ്ഞ് അനേകർ യേശുവിന്റെ പിന്നാലെ കടന്നു വന്ന് ആ രോഗങ്ങൾ സൗഖ്യമാക്കുകയും അവരുടെ ഏതെല്ലാം വ്യാധികളാണോ അതെല്ലാം നീക്കം ചെയ്യത്തക്കവണ്ണം യേശുവിനെ അനുഗമിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പതിവിനുള്ളിൽ, ആ പരസ്യ ശുശ്രൂഷയ്ക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ ഒരു ഇടം തെരഞ്ഞെടുത്തു. പതിവ് പോലെ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം തെരഞ്ഞെടുത്തു. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത്. പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുമെങ്കിലും പരാജയപ്പെടത്തില്ല. നീ എവിടെയാണോ കരഞ്ഞത് അവിടെ നിന്നെ മാനിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഗെത്സമനയിൽ യേശു ചങ്കുപൊട്ടി കരഞ്ഞില്ലേ? രക്തകൂപങ്ങൾ, രോഗമകൂപങ്ങളുടെ രക്തം വമിക്കുമാറ് ചങ്കുപൊട്ടി കരഞ്ഞ് യേശുവിനെ കാണുകയാണ്. ഹല്ലേലൂയ. കൂടുതൽ എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത് അവിടെ നീ അധികമായി മാനിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏത് ദേശത്താണോ, ഏത് പട്ടണത്തിലാണോ നീ ഹല്ലേലൂയ ദുഃഖിച്ചത്, ഏത് പട്ടണത്തിലാണോ നീ വേദനപ്പെട്ടത്, അതേ പട്ടണത്തിൽ തന്നെ നിന്നെ മാനിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരിക. ഹല്ലേലൂയ. യോസേഫ് ഏത് പട്ടണത്തിലാണോ വേദനിച്ചത്, യോസേഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അവന്റെ വസ്ത്രങ്ങളൊക്കെ ഒരു അടിമയെ അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവന്റെ വസ്ത്രമെല്ലാം അർത്ഥനഗ്നനായിട്ട് നിർത്തുന്നത്. എന്താണെന്നറിയാമോ? അവൻ ആരോഗ്യമുണ്ടോ, അവന്റെ പേശി മസിലുകൾ, അവന്റെ ആരോഗ്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി അർത്ഥനഗ്നമാക്കി നിർത്തിയ യോസേഫിനെ അടിമച്ചന്തയിൽ നമ്മൾ കാണുകയാണ്. അപമാനിക്കപ്പെട്ടോ? ആര് മുഖാന്തരമാണ് അപമാനിക്കപ്പെട്ടത്? സഹോദരങ്ങൾ മുഖാന്തരം അപമാനിക്കപ്പെട്ട യോസേഫിനെ നമ്മൾ കാണുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്വന്തം സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു. യാക്കോബ് പറഞ്ഞു, മകനെ നീ പോയി സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി അവലും മലരും ആഹാര പദാർത്ഥങ്ങളും വെള്ളവും ഒക്കെ കൊണ്ടേ കൊടുത്ത് യോസേഫിനെ അവർ പൊട്ടക്കണത്തിൽ തള്ളിയിട്ടു. മിഥ്യേന്യ കച്ചവടക്കാർ വന്നപ്പോൾ ആ കച്ചവടക്കാർക്ക് വേണ്ടി അവൻ വിറ്റു. ആ പൈസ മേടിച്ച് കീശയിലിട്ടു. ഇപ്പൊ എവിടെയാ യോസേഫ്? അടിമച്ചന്തയിൽ.
അർത്ഥനഗ്നനായി നിൽക്കുകയാ. നീ എവിടെയാണോ അപമാനിക്കപ്പെട്ടത്, നീ എവിടെയാണോ പരാജയപ്പെട്ടത്, നീ ഏത് പട്ടണത്തിലാണോ കരഞ്ഞത്, ആ പട്ടണത്തിൽ നിന്നെ മാനിക്കും. അർത്ഥനഗ്നനായി നിന്ന യോസേപ്പ് ഇപ്പൊ എവിടെയാ? രാജാവിന്റെ കൊട്ടാരത്തിൽ മന്ത്രിപദം അലങ്കരിച്ചുകൊണ്ട് വസ്ത്രനിപൂണനായി നിൽക്കുന്ന യോസേപ്പിനെ നോക്ക്. നീ എവിടെയാണോ അപമാനിച്ചത്, അതേ പട്ടണത്തിൽ, അതേ ദേശത്ത്, അതേ കുടുംബത്തിൽ, അതേ സഹോദരങ്ങളുടെ ഇടയിൽ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എത്ര പേർക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? എന്റെ ദൈവം ഇന്നുമെന്നും ജീവിക്കുന്ന ദൈവമാ. ഓ ഹല്ലേലൂയ. അടക്കപ്പെട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു, ഓ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നരുളി ചെയ്ത നസ്രയനായ യേശു നമ്മെ സ്നേഹിക്കുകയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. അനാഥനായിപ്പെട്ട യോസേപ്പ് എന്തെല്ലാം പങ്കപ്പാടുകൾ അനുഭവിച്ചു. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കിടന്നു. ദൈവത്തിന് സമയമായപ്പോ എന്നെ കേൾക്കുന്ന പ്രിയദൈവമക്കളെ, പരാജയപ്പെട്ടു തോന്നുന്നു എന്ന സ്ഥാനത്ത് പ്രാർത്ഥന നിർത്തരുത്. ഇതിന് അടിസ്ഥാന പ്രാർത്ഥനയുണ്ട്. അതിലൂടെയാണ് നമ്മൾ വന്നത്. ഹല്ലേലൂയ. പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ടോ? പതിവ് പോലെ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? പതിവ് പോലെ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന സ്ഥാനത്ത് നിന്നെ ഉയർത്തി ദേശം മാനിക്കുമാത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്കവണ്ണം അത്ഭുതങ്ങളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കുവാനിടയായിത്തീരും. ഗതസമനയിൽ യേശു ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ആ ഭാഗമൊക്കെ വായിക്കും വളരെ സങ്കടമുണ്ട് കേട്ടോ. കൂടെ സഹചാരിയായി ചേർത്ത 3 പേരില്ലേ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. എവിടെ കൂട്ടിക്കൊണ്ടുപോയാലും കൂട്ടുകാരന്മാരെ പോലെ ഇവരെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോയിരുന്ന ഈ 3 പേരും കൈവിട്ടു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശുവിനൊരു വിഷയം വന്നപ്പോൾ എന്നോട് ചേർന്ന് അല്പസമയം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? ഒന്നും പറഞ്ഞില്ല. അവരുടെ കണ്ണുകളിൽ ഉറക്കം വന്ന് ഉറങ്ങിപ്പോയി. സ്നേഹിക്കുന്ന യേശു രണ്ടാമത് വന്നിട്ട് എനിക്ക് വേണ്ടി അല്പനേരം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമതും പ്രാർത്ഥിച്ചില്ല. 3ാമത് പറഞ്ഞു, ഉറങ്ങി ആശ്വസിച്ചു കൊള്ളാൻ പറഞ്ഞു. ക്രൂശീകരണമുള്ള നിയോഗം പിതാവിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് വഴുതി മാറണമെങ്കിൽ ഒരു ഗതസമയം ഉണ്ടാകണം. ഒരു പർപ്പസിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കണമെങ്കിൽ ഒരു ദുഃഖം, ഒരു സങ്കടകരമായിരിക്കുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ഗതസമയിലൂടെ കടന്നുപോയ യേശു അവന്റെ കൂടെ നിൽക്കുവാൻ 3 പേര് സഹചാരിയായി നിൽക്കുന്ന 3 പേര് പോലും കൂടെ ഇല്ലാതെ വന്ന് തനിയെ ഒറ്റപ്പെട്ടുകൊണ്ട് പിതാവിനോട് ഒറ്റ പ്രാർത്ഥനയാണ്. അവസാനം പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇങ്ങനെ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? പ്രാർത്ഥിച്ച് മടുത്തു. ഈ വിഷയത്തിന് പരിഹാരമില്ല എന്ന് വിചാരിക്കുമ്പോൾ എന്റെ ഇഷ്ടമല്ലപ്പാ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? നിശ്ചയമായി ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിശ്ചയമായി ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച് മടുത്തവരുണ്ടോ? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയദൈവമക്കളെ, പ്രാർത്ഥിച്ച് മടുത്തിട്ട് ഈ വിഷയത്തിൽ ഇനി പരിഹാരമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങയെ എന്റെ ഇഷ്ടമല്ലപ്പാ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അത്ഭുതങ്ങൾ പൊട്ടി പുറപ്പെടുകയാണ്. യേശുവിന്റെ ഓമനത്വം തുളുമ്പുന്ന ആ കവളിൽ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. എത്ര തിരസ്കരണം അല്ലേ! യേശുവിനെ സ്നേഹിക്കുവാൻ മാത്രം കഴിയുന്ന യേശു, സഹായിക്കുവാൻ മാത്രം കഴിയുന്ന യേശു. കുഷ്ഠരോഗിയെ കണ്ടിട്ട് എനിക്ക് സൗഖ്യമാക്കുക മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ തൊട്ട് സൗഖ്യമാക്കി യേശു. യേശുവിന്റെ പൂ പോലെ ഇരിക്കുന്ന മുഖത്ത് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദ, 12 ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന
അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്താഴം കഴിക്കുന്ന സമയത്ത് യേശു പറയുക, എന്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാരിൽ ഒരാള് എന്നെ ഒറ്റിക്കൊടുക്കും. യേശുവിനറിയാം യൂദയെ ഒറ്റിക്കൊടുക്കുമെന്ന്. യൂദയ്ക്കറിയാം ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന്. എന്നിട്ടും അല്ലെ, ആ അത്താഴ സമയത്തും ഒറ്റിക്കൊടുക്കുമെന്ന് യേശു അറിഞ്ഞിട്ടും തിരസ്കരിച്ചോ യൂദയെ? ഇല്ല, കൂടെ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. സമയമായപ്പോൾ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. പത്രോസ് യേശുവിനോട് പറയുക, അയ്യോ, ഇവരെല്ലാവരും എന്നിൽ നിന്ന്, യേശുവിൽ നിന്ന് ഇടറിയാലും ഞാൻ ഇടറത്തില്ല, ഞാൻ യേശുവിനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ പത്രോസ് 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു. പിടിയിട്ടുന്നുണ്ടോ? 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിക്കുവാനിടയായി തീർന്നു. യൂദ എന്ന ഒരു വ്യക്തി ഇല്ലാതെ യേശുവിന്റെ ക്രൂശീകരണത്തിലേക്ക് പോകുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി തീരുകയാണ്. ഹല്ലേലൂയ. വെല്ലുവിളിക്കുന്ന ഗോലിയാത്തില്ലാതെ, ഹല്ലേലൂയ, ഒരു ദാവീദിന് പുറത്തു വരുവാൻ, അഭിഷേകമുള്ള ദാവീദിന് പുറത്തു വരാൻ കഴിയത്തില്ല. ആ അഭിഷേകത്തെ പ്രതിഫലിപ്പിക്കണമെങ്കിൽ, അഭിഷേകത്തെ വർക്കൗട്ട് ആക്കണമെങ്കിൽ, അഭിഷേകത്തെ തിരിച്ചറിയണമെങ്കിൽ ഒരു ഗോലിയാത്ത് ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ഗോലിയാത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് കാട്ടിൽ കിടന്ന് ദാവീദ് സഹോദരന്മാരെ സ്നേഹാന്വേഷണം അറിയുവാൻ വേണ്ടി ദാവീദ് ഗോലിയാത്തിന്റെ അടുക്കലെത്തുകയാണ്. ഒരു ഗോലിയാത്തില്ലാതെ ദാവീദിന്റെ അഭിഷേകത്തെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം കഴിയുമ്പോൾ അബ്രാഹാമിന്റെ കാലത്ത് കുഴിച്ച കിണറുകളെല്ലാം ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. എന്നിട്ടും ആ ഇസ്ഹാക്ക് കുഴിച്ചുകൊണ്ടേയിരുന്നു, കിണർ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഫെലിസ്ത്യരില്ലാതെ രഹോബോത്ത് വെട്ടി തുറക്കുവാൻ കഴിയത്തില്ല. ആ രഹോബോത്ത് എങ്ങനെ ഉണ്ടായത്? ഒരു ഫെലിസ്ത്യർ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. യെശക്കൽ സിഗ്ന എന്ന് 2 കിണറുകൾ കുഴിച്ചു. ആ കിണറുകളെല്ലാം ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. അവസാനം ഒരു കുഴി കുഴിച്ചു, അത് ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയില്ല, അതിന് രഹോബത്ത് എന്ന പേര് വിളിച്ചു. ഹല്ലേലൂയ. ആ രഹോബത്തിലൂടെയാണ് ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. 26-ാം അധ്യായം, അതിന്റെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഈ രഹോബത്ത് വെട്ടി തുറന്നതിന് ശേഷമാണ്. വായിച്ചാൽ കേട്ടോണേ. ഞാൻ നിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ ദൈവമാണ്. മതി വീട്ടുന്നുണ്ടോ? യെശക്ക് സിഗ്ന എന്ന 2 കിണറുകൾ വെട്ടിയുണ്ടാക്കിയപ്പോൾ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയപ്പോൾ നമ്മളാണ് എന്ത് ചെയ്യും? ഇത് നടക്കത്തില്ല, ഇത് പരാജയപ്പെട്ടു പോയി, ഇനി ഈ ദേശത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഓടി രക്ഷപ്പെടും. എന്നാൽ ദൈവകൃപ പ്രാപിച്ച ഇസ്ഹാക്ക് മടുത്തു പോയില്ല. കാരണം അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനെ വലിയവനാക്കിയ ദൈവം അവന്റെ മകനായ എന്നെയും വലിയവനാക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇസ്ഹാക്ക് മടുത്തുപോയില്ല. അടുത്ത കുഴി കുഴിച്ചു, അടുത്ത കിണർ കുഴിച്ചു, അതിന് രഹോബത്ത് എന്ന് പേരിട്ടു. പിന്നെ അത് മണ്ണിട്ട് മൂടാൻ വന്നില്ല. അതിനുശേഷമാണ് സ്വർഗത്തിലെ ദൈവം ഇസ്ഹാക്ക് ഇടപെട്ടത്. നീ അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കെ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുക. അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ മകനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാ. നീ 2 കിണറുകൾ കുഴിച്ചിട്ടും അത് ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയിട്ടും നീ അടങ്ങിയിരുന്നില്ല. നീ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, പ്രോസസിന് വേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. നിന്നെ ഞാൻ മാനിക്കാൻ പോകുക. നിനക്കൊരു രഹോബത്ത് ഞാൻ വെട്ടി തുറന്നുതരാൻ പോവുകയാ. അത് മണ്ണിട്ട് മൂടാതെ വണ്ണം ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാ. നിന്നിൽ ദൈവത്തിന് വെളിപ്പാട് വരാൻ പോവുകയാ. ദൈവം നിന്നെ ഐശ്വര്യമായി അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം മകനെ ഇസ്ഹാക്ക് നിന്നെ ഞാൻ അനുഗ്രഹിക്കുവാൻ ശക്തനായിരിക്കും ദൈവമത്രേ. ഹല്ലേലൂയ. ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി. അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയുമോ? എല്ലാ തോൽവികൾക്കുമായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പരാജയത്തിനുമായി നന്ദി കർത്താവേ. എല്ലാ തോൽവികൾക്കായി
നന്ദി കർത്താവേ എന്ന് പറയുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം പരാജയപ്പെട്ടു പോയെന്ന സ്ഥാനത്ത് മാനിക്കുവാൻ ശക്തനായിരിക്കുകയോ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചാട്ടെ. ആ ദൈവത്തിന്റെ സ്നേഹം എന്ന് പകൽക്കാലം ഒന്ന് അനുഭവിക്കാമല്ലോ. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുമ്പാകെ അപ്പാ ഞാൻ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുവാൻ ഒരു സൺഡേ ഞായറാഴ്ച കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നെ അൻപോടു എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ തിരസ്കരിക്കപ്പെട്ടത്, അതേ കുടുംബത്തിൽ, അതേ പട്ടണത്തിൽ, അതേ ദേശത്ത് മാനിക്കാമെന്ന് വാക്ക് പറഞ്ഞ യേശുവിന്റെ കരങ്ങളിലേക്ക് കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കുമാറാണ്. കടന്നു വന്ന ജനത്തെ ഐശ്വര്യം അനുഗ്രഹിക്കുമാറാണ്. എന്റെ ഈ വിഷയം എന്ന് പറഞ്ഞ വേദനയോടുകൂടിയായിരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിലൊക്കെ കാലം ക്രിസ്തുയേശുവിന്റെ വചനമയച്ച് വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണല്ലോ. കടന്നു എല്ലാ ദൈവങ്ങളെ കേൾപ്പിക്കുകയാണ്.